ആം എന്ന സിനിമ, അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വെച്ചൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. 3D സിനിമയാണ്. എന്നാൽ 3D പലയിടങ്ങളിലും അടിപൊളിയാണ്. എന്നാൽ പലയിടങ്ങളിലും 3Dയുടെ കണ്ണാടയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പ്ലെയിൻ മൂവിയാണ്. ചില ഇടങ്ങളിലൊന്നും, അതായത് പ്ലെയിൻ മൂവി എന്ന് പറയുന്നത് നമുക്ക് വലിയ വർണ്ണവിസ്മയമായ സാധനങ്ങൾ കാണിക്കാനും പിന്നെ പെട്ടെന്ന് സ്പെഷ്യൽ എഫക്റ്റുകളൊക്കെ കാണിക്കാൻ ഈ 3D യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ 3D എല്ലാ ഇടങ്ങളിലും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടോളൂ. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു എന്റർടൈൻമെന്റ് അഡ്വഞ്ചർ മൂവി കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ അത്ര അധികം പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്, മേക്കിംഗ് തന്നെയാണ് ചെയ്തത്. എന്നാൽ കുറെ സിനിമയിലൊക്കെ കണ്ടുവരുന്നത് പോലെ തന്നെ ഒരു കഥ പറച്ചിലിന്റെ ഒരു സാധനം, മുത്തശ്ശി കഥ പറയുന്ന കുറച്ച് സംഭവങ്ങൾ, ആവർത്തന വിരസതയാണെങ്കിൽ പോലും ആ സിനിമക്ക് അത് അത്യാവശ്യമായതുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെയാണ് അത് പോയിട്ടുള്ളത്. മ്യൂസിക് അത്യാവശ്യം നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സംഘട്ടനം എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഘട്ടനം അടിപൊളിയാണ്. ഗ്രേഡിങ്, കളർ ഗ്രേഡിങ് എടുത്തു പറയണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രേഡിങ് ആയിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ചെക്കൻ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയ് വഴക്കം, കളരി, കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. എനിക്കിതിൽ ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവര് ഭയങ്കര ഇമ്പോർട്ടന്റ് കാണിക്കുന്നുണ്ട് അവർക്ക്. എന്നാൽ പോലും അവരെ വളരെ ശിശുക്കളാവുന്ന ഒരു രീതിയിലൊക്കെ എന്നെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. കഥ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതായത് അഭിനയിച്ച ആളുകൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു അത്തരം ആക്ടിങ്ങിന്റെ തലത്തിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവും പറയാനില്ല. പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് എന്റർടൈൻമെന്റ് അഡ്വഞ്ചർ മൂവി എന്ന് പറയാം. അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട സംഭവമാണ്. ചില ഇടങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ 3Dയുടെ ഒരു ആവശ്യം ഉണ്ടായോ ഇല്ലയോ എന്ന് തോന്നിപ്പോയി. 3D ഇല്ലാതെ 2Kയിലൊക്കെ ആളുകൾക്ക് കാണാം. പക്ഷെ ഞാൻ 3D തന്നെ കാണാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിന്റെ മേക്കിങ്ങിൽ ആ 3Dയിൽ എത്രത്തോളം മികവുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സംഭവം കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു 3D ഇല്ലാത്തൊരു പ്ലെയിൻ സാധനമായിട്ട് കിടക്കുന്നത് കണ്ട്. ഓക്കെ, എല്ലാം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന ഒരു സിനിമ ഒന്നല്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും ആം എന്ന സിനിമയെ കാണാനൊന്നും കഴിയില്ല. ഒരു ആവറേജ്, ഒരു ഫീല് ഗുഡ് സാധനം, അത്രേ ഉള്ളൂ. അതിന് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ തലതൊട്ടപ്പന്മാരൊക്കെ ഇരുന്ന് റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പരിശോധിക്കണത് നല്ലതാണ്. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി വരും. അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.